ഓ ഇവിടെ ഇരിക്കണ്ടാവോ അവന്? അതെ ഇന്നോട് വന്നൊരു കാര്യം പറയാനാണ്. അന്ന് അണക്ക് ഇങ്ങോട്ട് വന്ന പറ്റില്ലേ? അല്ല ഇജ്ജ് എന്ത് പണിയൊന്ന് കാട്ടിയത്? ഞാനെന്താ കാട്ടി? ഇജ്ജൊന്നും കാട്ടിയില്ല അല്ലേ? നീ രാവിലെ തന്നെ ഉടക്കാൻ വന്നേക്ക? അല്ല ഞാൻ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴത്തെ അതിന്റെ ചോടജ്ജ് എന്തിനെങ്ങനെ എഴുതി കൂട്ടണേ? എടാ ഞാൻ എന്ത് പറഞ്ഞു നീ പറഞ്ഞു? വേറെ വേഷം കെട്ടെടുക്കരുത്. ഞാൻ നീ പറഞ്ഞ കമന്റ് ഇട്ടാൻ എന്റെ ബാക്കിൽ എത്ര ആൾക്കാരെ ചിരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അത് നീ കണ്ടില്ലേ? എന്ത് ഞാൻ പറഞ്ഞപ്പോ നല്ല കാര്യല്ലേ? ചിരി കിട്ടാൻ വേണ്ടിട്ട് രാവിലെ വന്ന് ചോദിക്കാം അനക്ക് ചിരി കിട്ടാൻ വേണ്ടിട്ട് എന്നെ വായ തോന്നിട്ട് പറയാ. ഞാൻ അഭിപ്രായം പറഞ്ഞു. എന്റെ സ്വഭാവം പണ്ടതൊന്നല്ല. എന്റെ മോനച്ചൊന്ന് കേക്ക്. ഞാൻ പത്രം വായിക്കണ ഒരു ഫോട്ടോ എടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോട്ടോ ഇട്ടേ. അപ്പൊ ഓന് ഞാന് ഫേസ്ബുക്കില് അപ്പൊ തന്നെ അങ്ങോട്ട് അതിന്റെ ചോട എഴുതിയേക്കാണ്. ആദ്യമായിട്ട് പത്രം വായിക്കണവർക്ക് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാ പറഞ്ഞ വലിയ സന്തോഷം തന്നെയാണ്. ഇത്ര ഞാൻ പറഞ്ഞാൽ എന്തൊരു തെറ്റുണ്ടാ? ആദ്യമായിട്ട് പത്രം വായിക്കണ ആൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് പത്രം വായിക്കാടോ ഞാന്? ആവശ്യമില്ലാതെ വന്ന് ഇടപെടുന്നിട്ടാ. ആ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ് നീ അന്ന് തുടങ്ങി എന്നോട് ഈ ചോദിച്ചാല് അതൊക്കെ ആവശ്യമില്ലാത്താണ്. എന്റെ ആവശ്യമില്ലാത്ത ഞാൻ സംസാരിക്കുന്നത്. എന്റെ മോട്ടോർ വരലേക്ക് എന്റെ വാപ്പ എന്റെ അച്ഛനുള്ള കാലത്ത് വെച്ച പോസ്റ്റല്ലേ അത്? അപ്പൊ മാറ്റണമെന്ന് പറയേണ്ട ആവശ്യം എന്താ? ചങ്ങായി കാലാകാലം അങ്ങനെ വെക്കലാണോ അതിന്റെ ശരി? ഒരു ചുക്കം പറയണ്ട, എനിക്ക് ചെയ്യാൻ മനസ്സില്ല. ഈ മാറ്റം മനസ്സിലേക്ക് ഞാൻ മാറ്റിച്ചാണ്ട് നിയമം ഏത് പോസ്റ്റ് പ്രശ്നം? അല്ല ഞാൻ ഇപ്പൊ വർത്താനം പറയാൻ വന്ന അവൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടോ, ഇലക്ട്രിക് പോസ്റ്റ് പറഞ്ഞ മറ്റേ മോട്ടറിന് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ പെരടെ അധികം ആ വയറ് വലിക്കേണ്ട കാര്യമില്ല. വർത്താനം പറഞ്ഞു അനക്ക് അതന്നെ പണി. ഫോട്ടോ എടുത്തിട്ട് ഇതിലിടല്. അന്നെ പോലെ കാണിക്കുന്ന തെമ്മാടങ്ങൾ നാട് മുഴുവൻ ഞാൻ അറിയിക്കും. ഈ ന്യായം പറഞ്ഞ ആദ്യം കള്ളനായി 10 റുപ്യയുടെ ഒരു 10,000 റുപ്യ എടുത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അനക്ക് അത് അവിടെ എന്തിനു ചെയ്തു വിട. പറയണ്ട, അജ്ജ് കല്ലെടുത്തറിയണൊക്കെ ആൾക്കാർ കണ്ടോളൂ. ഞാൻ മനസ്സിലാക്കിക്കോ. വേറെ വേണ്ടത്തിനൊക്കെ ഉണ്ടാ ഞാൻ മോന്ത കുട്ടിയെ തല്ലി പൊളിക്കും ഞാൻ. നീ രാവിലെ വന്നിട്ട് എന്റെ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് തെറി പറഞ്ഞ് മുഴുവനും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ വിട്ട് നാറ്റി. അജ്ജ് ഫേസ്ബുക്കിൽ എവിടെ ചെറിയ പണി മുട്ടൻ പണി എനക്ക് ഞാൻ തരുന്നുണ്ട് നേരിട്ട്. അജ്ജ് പണി കൊണ്ടുണ്ട് വായാ. ഞാൻ വെറുതെ വായ പൊളിച്ചിരിക്കല്ലേ. അനക്കുള്ള പണി രാവിലെ എന്നെ കൊണ്ട് എന്തൊരു മനുഷ്യനത്. എവിടുന്നെങ്കിലും ഒരു 10,000 റുപ്യ ഉണ്ടാക്കിട്ട് വേണം ആ പോസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ. കേട്ടോ കേട്ടോ എന്തേ എന്താ പ്രശ്നം ഇവിടെ? ഓടായിരുന്നു ഇത്ര നേരം അവിടെ നിന്നിട്ട് എല്ലാം കേട്ടിട്ടാ പ്രശ്നം ചോദിക്കാൻ വരണം. സുഖതനല്ലേ ഇത്? എന്താണ് എന്റെ പറമ്പില്? എന്താ അവിടെ നോക്കി അവിടെ
നമ്മുടെ പറമ്പെന്ന് കള്ളനെ കെട്ടി ഓടിവായോ ഓടിവായോ എന്റെ പറമ്പെന്ന് കള്ളനെ കെട്ടി എന്താ എന്റെ പറമ്പിൽ കിടന്നേ ആനങ്ങാണ്ടോടന്നോ ആനങ്ങാണ്ടോടന്നോ എന്തിനെന്റെ പറമ്പിലേക്ക് വന്നേ എന്നെ വിടൂല്ലടാ ഞാന് എന്റെ കെട്ടിയാണ് എന്നെയാണ് പിടിച്ചേക്കണ എന്നെ വിടാൻ പറ ഓനെ വിടാൻ പറ്റുമല്ലോ സൂറ എന്തിനേച്ച് വന്നിച്ച് എന്താ എന്താ അല്ലാ കോഴിമുട്ടയിൽ കൂടുതലും ചെയ്യാൻ വന്നേക്കാണ് സൂറ ഓടി വരേ നാട്ടുകാരോ ഓടി വരേ ഓടി വരേ ഓടി വരേ കള്ളകാരെ എന്റെ വീട്ടില് കള്ളകാരെ വിടരുത് ഞാനാണ് വിടരുത് ഇന്നോട് ചോദിക്കാണ്ട് എന്റെ പറമ്പിൽ ഈ അന്തിപ്പാതിര നേരത്തെ കേറി വന്നിട്ട് കോഴിമുട്ടയില് കൂടോത്രം ചെയ്യാൻ വന്നേക്കാണ് രാഘവേട്ട മോനെ അങ്ങനെ ചോദിക്കണത് കുട്ടികൾക്ക് രാത്രിക്ക് കുത്തിപ്പറിക്കല് പിന്നല്ലാണ്ട് എന്റെ പറമ്പിൽ വന്നിട്ട് 6 മണിയായിപ്പോയില്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു വെച്ച കഴിഞ്ഞില്ല കാര്യം അല്ല ഞാൻ പറയട്ടെ ഒന്നും പറയണ്ട രാവിലെ ഇവിടെ കന്ന് വെല്ലുവിളിച്ച് ഞങ്ങള് കേട്ടാ മുട്ടമ്മ പണി കൊടുക്കുന്നു വലിയ വർത്താനം പറയാം ഇത് നാട് മുഴുവൻ അറിയിക്കണം ഞാൻ ഒറ്റക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിശ്വസിക്കൂല നിങ്ങൾ പറയണോ മോനെ അല്ലെങ്കിൽ ഇന്നൊക്കെ അടങ്ങറാണ് എന്തായാലും കേസ് തന്നോ അന്യം തല്ലും കേസും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഇതെന്തൊരു 4 മണിന്ന് അയ്യോ വന്നിട്ടില്ലെങ്കിൽ ഞാനും കുട്ടികളും ഒന്നും പറയണ്ട അത്ര ഒന്നും പറയണ്ട സഹായിക്കാൻ വയ്യ അവനെ നേരം വെളുത്ത മുഖത്തേക്ക് വെക്കേണ്ട ആൾക്കാരല്ലേ എന്തിനാ ഇത് എന്ത് പരിപാടിയാണ് അപ്പൊ ഈ വഴിയല്ലേ പോയത് നമ്മളിനി എങ്ങനെ അങ്ങോട്ട് പോവാ എന്താണ് അങ്ങോട്ട് പോണോണ്ട് ഇവിടെ എവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിലോ എന്താ ആളെ ഇടങ്ങറാക്കണിന്റെ സൂറ ഏ അറിഞ്ഞറിയാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പറച്ചാനെ എന്തെങ്കിലും ഇടങ്ങറി നടക്കണ വഴിയിലുണ്ടിച്ച് ഞങ്ങളെ കാക്കണല്ല തങ്ങളിലൊന്ന് പോയി കണ്ടല്ലേ നമുക്ക് കാണാ കാണാ ഇളകല്ലേ കൊലേ ആരത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഹലോ ആരാണ് എന്താ ടീച്ചറെ നിങ്ങളെന്ത് വർത്താനാണ് ടീച്ചറെ പറയണേ 10ാം ക്ലാസ്സിൽ A+ നേടിയ മോളാണ് ആ മോക്ക് മലയാളം ഇത് അറിയില്ല അറിഞ്ഞാല് അത് നിങ്ങളെ വർത്താനം കേട്ട ഞാനാണ് ഓളെ മലയാളം പഠിപ്പിക്കണം വിചാരിക്കല്ലോ നിങ്ങൾ സ്കൂളിലെ ടീച്ചർമാരല്ലേ ഓളെ മലയാളം പഠിപ്പിക്കണേ ആ വെക്കല് അതെ എന്റെ ചെറിയോള് മുർഷീനാണ് പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ ഇനി ഓക്കും മലയാളം എഴുതാൻ അറിയില്ല അറിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞാണ്ടല്ലോ ഞാൻ പീഡിയം മുട്ടിയൊരു വരവ് അങ്ങോട്ട് വരും കേട്ടോ ഞാൻ പറഞ്ഞുതരാം ശരി ഒലക്കമലാളാണോ ടീച്ചർമാര് അതെ സുന്ദര ആ ലളിത ടീച്ചർ ഇവിടെ വന്നാൽ എന്തെങ്കിലും കടഞ്ഞു വെച്ചാൽ കൊടുക്കരുത് കേട്ടോ ഞാൻ എന്താ വൈദു ചേട്ടാ കട്ട കലിപ്പിലാണല്ലോ കലിപ്പിലല്ലാണ്ടോ എന്റെ മൂത്തോക്കെ മലയാളം എഴുതാൻ അറിയില്ല അറിഞ്ഞിട്ട് ലളിത ടീച്ചർ വിളിച്ചാപ്പോ മലയാളം എഴുതാൻ അറിയില്ല ഓള് A+ അല്ലേ അതും ഞാൻ പറഞ്ഞേ കംപ്ലീറ്റ് A+ നേടിയ കുട്ടിയുണ്ട് ഓക്ക് മലയാളം എഴുതാൻ എപ്പോഴാണ് ടീച്ചർമാർക്ക് ഇത് അറിയണത് അയ്യയ്യേ അപ്പൊ പിന്നെ എന്താണ് ഈ A+? അതാ ഞാൻ നോക്കണേ എനിക്കെല്ലാം ചൂടായിക്കണത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ A+ വലിയ കാര്യമൊന്നുമില്ലാന്ന് ഇതൊക്കെ ടീച്ചർമാരെ കൊള്ളരുതായ്മയാണത് ഞമ്മളല്ലല്ലോ കുട്ടീനെ പഠിപ്പിക്കണത് ആണോ നല്ല അതാണ് എനിക്കെല്ലാം ഹലോ? വാങ്ങിക്കാം ഞാൻ ഇവിടെ തന്നെയാണ് മൊയ്തുന്റെ കടയിലാണ് ആയിക്കോട്ടെ മൊയ്തോ ഒരു 4 ചാർട്ട് പേപ്പർ പിന്നെ ഒരു 15 A4 ഷീറ്റ് പിന്നെ പശ പൊട്ടിക്കാനുള്ള പിന്നെന്താ ഒന്നുകൂടി സ്കെച്ച് പേന ഇത്രയും വേണം ആക്കെ എടുക്കാം സുന്ദര പറഞ്ഞാ കേട്ടില്ലേ ആക്കെ എടുത്തോ പിള്ളേരുടെ കാര്യം ഭയങ്കര കഷ്ടാട്ടോ എവിടൊക്കെ അത് പോണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം വായിക്കണില്ലേ പിള്ളേര് 24 മണിക്കൂറും ഈ വെട്ടലും കുറുക്കലും പശ തേക്കലും ഒട്ടിക്കലും മാത്രം എവിടൊക്കെ അത് പോണെന്ന് എനിക്ക് യാതൊരു മറ്റേ കാര്യം അറിഞ്ഞോ എന്ത്? അറിഞ്ഞില്ല എന്താണ് നമ്മളെ സുഗത നമ്മളെ കോയന്റെ വീട്ടിന് മുറ്റത്ത് കൂടോത്രം ചെയ്ത് ഒന്ന് മുന്നാണ് പൊക്കന്നെ പോയത് ഉള്ളതാണ് എടാ അവര് തമ്മിൽ തെറ്റല്ലേ തെറ്റാണ് അതാണ് ഞാൻ നോക്കണത് ഇത് കയ്യോടെ പിടിച്ച് നമ്മളെ രാഘവേട്ടെ വരുന്ന 100 ആയുസാണ് മൂപ്പര് ആ കഥ ഒന്ന് പറഞ്ഞെനിക്ക് കോയിമുട്ടന്റെ എന്താണ് എന്താന്ന് പറയണ്ട നമ്മുടെ സുഖതനില്ലേ കോയൊക്കെ എന്റെ പറമ്പിൽ കൂടോത്രം വെച്ച് ഒന്നല്ല 3 മുട്ടയിൽ ശരി അപ്പൊ ഓനെ ലാക്കാക്കിയത് ഒന്ന് കോയനെ ഒന്ന് കോയന്റെ ഭാര്യ ഒന്ന് വീടിനും 3 ആൾ നശിക്കണം ചാച്ചിട്ട് കയ്യോടെ കോയ പിടിച്ചു അടിച്ചിനോ പിന്നെ ഞാനവിടെ എത്തിയോണ്ട് സുഖത രക്ഷപ്പെട്ടു പിന്നെ കൊല്ലും അത്ര ഭയങ്കര എന്തെന്നാ ഇതിൽ പറയണ്ട് അല്ല ആരെ വരുന്നത് നോക്കി
ഞാൻ പറഞ്ഞു പറയല്ലേ ഇല്ല ഈ മൂപ്പരിക്കെതിരെ കൂടോത്രം ചെയ്ത് വെച്ചിട്ട് നിങ്ങളാ 10 കോയമുട്ട എടുക്കട്ടെ ആവശ്യം വരൂലേ ഇവനക്ക് എങ്ങനെ തോന്നണെന്ന് ഞാൻ നോക്കണം ഇങ്ങനെയുണ്ടല്ലോ ഇപ്പത്തെ കാലത്ത് മനുഷ്യന്മാര് അല്ലല്ലോ കേട്ടാ ഇതെന്ത് ഈ ആലിഞ്ചപ്പൊക്കെ പറിച്ചു വരുന്ന ആടിന് കൊടുക്കാനാണോ? ഒന്നും പറയണ്ടപ്പാ, മോന്റെ കുട്ടിക്ക് സ്കൂളിൽ ഒട്ടിച്ചിട്ട് കൊണ്ടുപോകണം ആലിന്റെ ഇല. ഒരു കൊമ്പ് ഇരിക്കാൻ കേട്ടോ മോളിന്ന് ഇപ്പൊ വിളിച്ചിട്ടേക്ക് നോക്ക് നാളെ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ നടന്നിട്ട് പോയിട്ട് പൊട്ടിച്ചോണ്ടാ ഇപ്പൊ. എന്താണ് തിന്നാനല്ലല്ലോ ഒരു കഷ്ണല്ലേ ഒരു കഷ്ണം കൂടെ നീക്കി ബാക്കി നിങ്ങൾ കൊണ്ടേക്കോളി അടച്ചോളി. ഇതേ അല്ല ഇത് എന്തല്ലേന്നാ പറഞ്ഞേ? ആലല്ല ആലല്ല ആലല്ലല്ല ഇത് ശീലാന്തിയാന്ന്. ഇത് ശീലാന്തിയാണ്, ആലല്ല. ആരങ്ങനെ ആല് പറഞ്ഞേ? എവിടുന്നാ കിട്ടിയത്? ഇതാ ചെറക്കര മൈതാനത്തിന്റെ അവിടെ ഒന്നും ആലില്ല. നിങ്ങൾ എന്നെ വെച്ചോളി. എന്നിട്ടേ നമ്മളെ അയ്യപ്പങ്കാവില്ലേ, അയ്യപ്പങ്കാവിന്റെ മുന്നിൽ വലിയൊരു ആൽമരുണ്ടെങ്കിൽ അവിടെ ചെല്ലി. ഇനി ഞാൻ ആദ്യം പോണ അടുത്തേക്ക് നിങ്ങൾക്ക് പോവാൻ എനിക്ക് പീഡിച്ച് പോകാൻ പറ്റുമോ? അതെ, ആലിന്റെ വേണമൊക്കെ പോണം. അതെ അയ്യപ്പങ്കാവില് സാധനം എടുത്ത് ആ മോനെ സുന്ദര സാധനം എടുത്തോ. ചെല്ലി ചെല്ലി ശീലാന്തി പറിച്ചുകൊണ്ടുപോയാ കുട്ടിക്ക് നാളെ ചീത്തേക്കിനി. എത്രയായി മോനെ? സ്കൂള് നിങ്ങൾ പഠിപ്പും ടീച്ചർ ഓലക ബാക്കിയുള്ള വയസ്സുകാലത്ത് കഷ്ടപ്പാട് വീടെ പോയിട്ട് മോനിക്ക് ഇതെന്തിനാ ഞാൻ കൊണ്ടുവന്നു എന്തൊരു ഇതായത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചറെ, മനുഷ്യന്റെ അബോധ മനസ്സെന്നും ഉത്കൃഷ്ടാദിഷ്ടമായ താത്വിക പരമത്തിന്റെ ബഹിസ്ഫുരണമാണ് ശാസ്ത്രം. ഒന്ന് ഉത്കൃഷ്ടാദി ശാസ്ത്രം, താത്വിക ശാസ്ത്രം, രണ്ടായിട്ട് തരംതിരിക്കും ശാസ്ത്രത്തെ. ഉണ്ണിമാഷേ, ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത്? അറിവ് കടലാണ്. ആ കടലിൽ മുങ്ങിക്കുളിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അറിവ് വേണം. പ്യാരിമാഷേ, മാഷിനെന്ത് ഇതിലൊന്നും പറയാൻ പറ്റാത്ത? അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ ടീച്ചറെ. എന്നാലും അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ ഉള്ളൂരിനെ ആശാനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെ ടീച്ചറെ. ഇത്രയും ഭൗതികമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയില്ല. കണ്ട, മനസ്സിലായ? ഇതാണ് വിദണ്ഡവാദം. ശാസ്ത്രത്തെയും പുരോഗമനാശയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മടി. ഇതാണ് സാധനം, ഒറ്റ സാധനം. അവനവന് വായിക്കൊള്ളാവുന്ന പറമാട്ടെ പല്ല് തെറിച്ചു പോകും വികണ്ഠവാദം എന്നൊക്കെ പറഞ്ഞു. നമ്മള് പഠിക്കണം മാഷ്. സ്കൂളിലെ കുറെ കാര്യങ്ങൾ അല്ല സ്റ്റാഫ് റൂം ആവുമ്പോ ചന്തയാണ് സാറേ. താത്വിക ഉണ്ണിമാഷേ, ഉണ്ണിമാഷോട് ഞാൻ 9 സീറ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ലേ? ആ ലീന ടീച്ചർ ലീവാണ് ഫിസിക്സ്. ഞാൻ പറഞ്ഞില്ലേ ഈ അവർ അവിടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ? പ്യാരി സാറി അവരില്ല. സത്യം. പ്യാരി സാറിനോട് പറയുമ്പോൾ പ്യാരി സാർ വെക്കോളൂ. ഞാൻ ഇപ്പൊ ഉണ്ണി സാറിനോടാണ് പറഞ്ഞത്. അപ്പൊ ഉണ്ണി സാറ് പോകണം. ദൈവത്തെ ഓർത്ത് ഞാൻ ഇത് എങ്ങനെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ട് പോക്കട്ടെ സ്കൂള്. വിദണ്ഡവാദം. മാഷ, ഇത് കുട്ടികളെ തല്ലാൻ പാടില്ലാതുള്ളൂ. മാഷമാർ തല്ലതിട്ട് കേട്ടോ. എന്തേലും ഒരു പണി കൊടുക്കും ഉണ്ണി മാഷിന്. ഇവിടെ ഇരുത്തണില്ല. എന്റെ ഉണ്ണി മാഷ ഒന്ന് പോയേ. അവിടെ പിള്ളേരും ബഹളമൊക്കെയാണ്. വലിയ പാടാട്ടോ. എന്റെ പൊന്നേ, ഞാനെ പോയാ അതെ, ആ ഹിസ്റ്ററി ടീച്ചർ ഉണ്ടല്ലോ, ആ രോണി ടീച്ചർ ഒരു മാസം പ്രസവത്തിന് ലീവാ. ശുക്കൂർ മാഷാണ് മോളെ കല്യാണം പറഞ്ഞിട്ട് മാഷ് ലീവാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ മാഷേ, 8ലും 9ലും പിള്ളേരോട് അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞിട്ട് ആരും സബ്മിറ്റ് ചെയ്തില്ല. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അത് ഞാൻ കൊണ്ടുപോകണോ ടീച്ചറെ? അതിനവരെ രക്ഷകർത്താക്കളെ വിളിച്ചങ്ങോട്ട് പറയൂ. അല്ല, ഞങ്ങള് പറഞ്ഞാൽ കേക്കില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ കേൾക്കാത്ത പിള്ളേർക്കൊന്നും ഞങ്ങളെ വിലയില്ല. നിങ്ങളങ്ങനെ ആക്കി വെച്ചിട്ട് പിള്ളേരെ തോളത്തിരുത്തണം. പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ തലയിൽ കയറി ചവിട്ടി താത്താൻ അതിനോട് സമ്മതിക്കരുത്. ഏത് കഷ്ടമാണെന്ന് അറിയുമോ ഇത്? ഏതാ ക്ലാസ്? 8ും 9ും. ഈ സിലബസ് ഉണ്ടാക്കണമാർക്ക് ഉണ്ടാക്കിയിട്ട് ഉത്തരം ഇറക്കി വിട്ടാൽ മതി. ബാക്കി ഞാൻ എവിടെക്കിടന്ന് വെള്ളം കുടിക്കണം. ഗുഡ് മോർണിംഗ്. ഞാൻ എച്ചമാണ്. ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒരു കാര്യം രക്ഷകർത്താക്കൾ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾക്ക് അസൈൻമെന്റും പ്രോജക്റ്റും കൊടുക്കുന്നത് അവരുടെ പ്രക്രിയാശേഷി വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പാരന്റ്സും കൂടി ഒന്ന് നോക്കണം. പിന്നെ ഇനി ഇത് ചെയ്യാത്ത കുട്ടികളെ മുഖം നോക്കാതെ നടപടി എടുക്കാനാണ് ഞങ്ങളുടെ സ്കൂളിലെ തീരുമാനം.
സൂറാ നീ എന്താ ഈ നേരത്ത് ഇവിടെ? ഞാനേ എന്താ പറയണ? ഞാൻ പെങ്ങളും കുട്ടിയും വീട്ടിൽ വന്നിട്ടുണ്ട് സൂത. അതിന് അപ്പോ ഓൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു സാധനം വേണേ. എന്ത് സാധനം? അത് ഇവിടെ ഉള്ളത് ആ സാധനം. ഞാൻ ഈ നാട് മുഴുവൻ തെരഞ്ഞ എന്റെ സൂത എവിടെയും കിട്ടാല്ല. എന്റെ പറമ്പിൽ അതുള്ളത്. അതെന്ത് സാധനം? അത് ഒരാടലോടകത്തിന്റെ അല്ല. ശരി അതോ രമേഷേ, അടുത്തൊരു തലവേദന വന്നിക്കണു. അടുത്തൊരു തലവേദന വന്നിക്കണു. ശീതള മാഷ് ലീവ് കഴിഞ്ഞ് വന്നാ? അതല്ലെന്ന്, ഇപ്പൊ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുണ്ടാക്കിയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കണമെന്ന് പിള്ളേർക്ക്. എങ്ങനെയാണ് ഇപ്പൊ? എനിക്കറിയില്ലേ. ഖജനാവില് കാശ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മള് കൈക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ചാറ്റ് എടുക്കാനാ. ഇവിടെ ശമ്പളത്തിന് നമ്മൾ ഇനിയിപ്പോ തെരുവില് പിച്ചെടുക്കേണ്ടി വരുമോ? എന്ത് ചെയ്യാനേ. അവനതെ വൈകിട്ടത്തെ PT മീറ്റിംഗ് അറിയാലോ. എല്ലാ ടീച്ചേഴ്സിനും പറഞ്ഞു. പിന്നെ ഗ്രൂപ്പില് സാർ വോയിച്ചിട്ടുണ്ട്. എല്ലാരും കൃത്യസമയത്ത് വരണം. പക്ഷെ സാറേ ഉണ്ണിമാഷ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലൊരു കുഴപ്പമില്ല, അത്രയും സമാനം ഉണ്ടാവും. പുള്ളിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. സാറേ എന്നോട് ഒരാളൊരു സംശയം ചോദിച്ചതാണ്. ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്താ ചോദിക്കുക? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചല്ല സാറേ, അപ്പൊ ഒരു 10-40 ദിവസത്തിൽ കൂടുതൽ എടുത്തല്ല ചന്ദ്രന്റെ അടുത്തെത്താൻ. അപ്പൊ അമേരിക്കയിൽ നിന്ന് പണ്ട് അപ്പോളോ വിക്ഷേപിച്ചപ്പോ 3 ദിവസം കൊണ്ട് എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഭൂമിയിലാണല്ല. അതെ. അപ്പൊ അതെന്താണ് അത്രയും ദിവസം എടുക്കണത്? അതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ എക്സാം സമയത്ത് ഓണപ്പരീക്ഷയ്ക്ക് പ്യാരിമാഷ് ഓണത്തിന്റെ പോർഷൻ തീർക്കണത് എപ്പോഴാ? ഏതാണ്ട് ക്രിസ്മസ് പരീക്ഷ ആവും അല്ലേ? പക്ഷെ ബാക്കിയുള്ള ടീച്ചർമാര് കറക്റ്റ് ഓണ സമയത്ത് തന്നെ അതിന് തീർക്കുകയും ചെയ്യും. അതാണ് ഈ വ്യത്യാസം. അത്രേ ഉള്ളൂ. മീറ്റിംഗിന്റെ കാര്യം മറക്കണ്ട. എല്ലാരും ഇത് ഒപ്പിച്ചെടുക്കണം. ചെമ്മാണ് പോലെ ചെമ്മ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പാരീസ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വിവരം പങ്കുവെക്കാനായിട്ടാണ്. നമ്മളെല്ലാവരും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. പെട്ടെന്നുള്ള മരണം സംഭവിച്ച് കുടുംബം അനാഥമാവുന്ന ഒരവസ്ഥ. ഇതിനൊക്കെ ഒരു പരിഹാരമായി വളരെ പ്രശസ്തനായ പാരമ്പര്യ സിദ്ധി കൈവരിച്ച ഒരു ഉണ്ണി വൈദ്യരുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. ചെറിയ ഒരു കടയിൽ നിന്നും തുടങ്ങി ഇന്ന് എന്റെ പിറകിൽ കാണുന്ന രീതിയിലേക്ക് വളർന്ന് 10 പൈസ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലമില്ലാതെ തന്റെ മുന്നിലെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ അത്ഭുത സിദ്ധിയുള്ള മരുന്ന് നൽകിക്കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു മഹാപ്രതിഭ, ഒരു അനുഗ്രഹീതൻ, ഈശ്വര തുല്യനായ ഉണ്ണി വൈദ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഉണ്ണി വൈദ്യരെ നിങ്ങൾക്കായി ഞാനൊന്ന് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സക്കായി സ്വന്തം വീട്ടുമുറ്റത്തിരിക്കുകയാണ്. വൈദ്യരെ നമസ്കാരം. വൈദ്യരെന്തോ ധ്യാനത്തിലാണ്. അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും. ഇത് കിരൺ വൈദ്യൻ, ഉണ്ണി വൈദ്യന്റെ ചെറിയച്ഛന്റെ മകനാണ്. അത് ചെറു വൈദ്യർ. അദ്ദേഹം എന്തോ മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ച് ഉണ്ണി വൈദ്യർ പെട്ടെന്ന് തട്ടിപ്പോയാൽ തന്നെ ഈ ഔഷധത്തിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പരമ്പരയെ മുഴുവൻ ഈ ഔഷധക്കൂട്ടും ഈ ചികിത്സയും അദ്ദേഹം കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉണ്ണി വൈദ്യർ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ഉണ്ണി വൈദ്യരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വൈദ്യരെ നമസ്കാരം. നമസ്കാരം. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ അങ്ങയുടെ ചികിത്സയെ കുറിച്ച് അറിഞ്ഞ് അത് ഒരുപാട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചികിത്സയാണ് അങ്ങ് ഇവിടെ നൽകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? രണ്ടാമത്തത് ഞാനാണോ? പറഞ്ഞോളൂ. ആളുകൾ രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്നു. അപ്പോഴാണ് ഈ കുന്നംപുറത്ത് ഉണ്ണി വൈദ്യർ കുത്തിയിൽ നിർമ്മിച്ച ഒറ്റമൂലി. അതെ അതെ, അവിടെ പറഞ്ഞു. പല രോഗങ്ങൾ, പല ആൾക്കാർ, ഏത് രോഗമായിക്കോട്ടെ രോഗി വേണം, അത്രമാത്രം.
ഏതോ രോഗിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, അവരുടെ യോഗം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. ജീവിതത്തിന് മരണത്തിന്റെ നൂൽപ്പാലത്തിനിടയിലാണ് അല്ലേ? അതെ, രോഗി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രക്ഷിക്കണം വൈദ്യരെ, പെട്ടെന്ന് തളർന്ന് വീഴായിരുന്നു. പോകേണ്ട എല്ലാ ആശുപത്രിയും പോയി വൈദ്യരെ, വേറെ ഒരു വഴിയില്ല. അദ്ദേഹം എന്തോ ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള നാടി പിടിച്ചുള്ള നോട്ടമൊക്കെയാണ്. പ്രാർത്ഥനയിലാണ് അദ്ദേഹം. എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇറങ്ങി ഓടും, മരുന്ന് കുടിച്ചാൽ ആളെ എഴുന്നേക്കും എന്നാണ് വൈദ്യരുടെ ഉത്തമ വിശ്വാസം. നമുക്ക് നോക്കാം. കുടിപ്പിക്കുകയാണ് അദ്ദേഹം. ചുണ്ട് കൂടിയിട്ടുണ്ട്. ആ, കൈയൊക്കെ പതുക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് അപ്പടി കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് വൈദ്യർ. രോഗിക്ക് ചെറിയൊരു അനക്കം. ഓടി തുള്ളി തുള്ളിച്ചാണ്. ഓടി. അദ്ദേഹം കൂടെ വന്നവരും സന്തോഷത്തിലാണ്. ഹലോ ഗൈസ്, നിങ്ങൾ കൺമുന്നിൽ കണ്ടില്ലേ, ആശുപത്രിയിൽ നിന്നും മടക്കിയ രോഗിയെ ഉണ്ണി വൈദ്യർ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് നടത്തി അദ്ദേഹം ഓടിയത് നമ്മുടെ കൺമുന്നിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് മഹാരോഗമുണ്ടെങ്കിലും ഉണ്ണി വൈദ്യരുടെ അടുത്ത് വരിക, നിങ്ങൾ ഭേദമായി പോവുക. അപ്പൊ വീണ്ടും ഞാനൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കളറായില്ലേ? പഴയ നടുവേന സംഭവം ചോറായിരുന്നു. ഇരുന്നോ, അവിടെ ഇരുന്നോ. കോയമ്പത്തൂരാറ്റം കാണിക്കാടി. സൂപ്പറായില്ലേ? അതെ വൈദ്യരെ, സംഭവം കളറായില്ലേ? മില്യൺ വ്യൂവേഴ്സാണ് ഇത് കണ്ടിട്ടുള്ളത്. അതെ, എന്റെ ഒരു 10 രൂപ. ഞാൻ ഈ ഉണ്ണി വൈദ്യരുടെ വീട്ടിലുണ്ട്, വിളിക്കാം. എന്റെ 10 രൂപ അവർക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കണം. എനിക്ക് 1500 വേണം. എന്തിനാണ്? ഞാൻ നാടകത്തിന് പോയ 1500 കിട്ടുന്ന വന്ന് കിടക്കുന്നില്ലേ കുറെ. പുള്ളിയെ നന്നായിട്ട് ചെയ്യുകയും ചെയ്ത് പിന്നെ ആ കസേര പുള്ളിയുടെ വീട്ടിൽ നിന്ന് എടുത്താണ് ചോന്നുണ്ടോന്ന്. ഇല്ല, തർക്കിക്കേണ്ട. ആളുകൾ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ. ഒരു 15,500 വൈദ്യരെ. ടോട്ടൽ എത്ര വരും? ഇപ്പൊ എന്റെ 10ഉം 14, 15,500. അവരൊന്നും പൈസ കൊണ്ടു ചായ വൈദ്യര് ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് കണ്ടേക്കണ ആളുകൾ കൂടെ വരും, അതിന്റെ പൈസ കിട്ടും. ഇതില് പിശുക്കല്ലേ? കൊണ്ട 15. കലക്കി കുടിച്ചു. വേണ്ട വേണ്ട, ഒരാളും കുടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിൽക്കണ്ട, പോരി. വേണ്ട വേണ്ട, 1500. അങ്ങനെ ഓണറിന് മുമ്പിൽ എടോ, നടക്കാനാവില്ല, നടുവിളകി. എടുത്തോ എടുത്തോ എടുത്തോ.
ലക്ഷണം ശരിയില്ല. രോഗലക്ഷണമാണോ? അല്ല, ഇവന്റെ കള്ളലക്ഷണം. പോകാൻ. അതെ, കള്ളലക്ഷണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ മന്ത്രം പരിക്കൂല, എന്റെ വൈദ്യം തീരും. ബ്രാൻഡി കഴിക്കുവോ? അവൻ നാടനാണ് കഴിക്കുന്നത്, പക്ഷെ ഇപ്പൊ കഴിച്ചിട്ടില്ല. അവന് വേറെ കുഴപ്പക്കാരനല്ല. അവൻ കഴിക്കുന്നതല്ല പറഞ്ഞത്, നിങ്ങൾ കഴിക്കോന്ന്. ഞാൻ കഴിക്കും, പക്ഷെ വെറുമേറ്റ് കഴിക്കൂല. എന്നാ കഴിക്കണം. വൈദ്യുതി നിർബന്ധിച്ച ഒരു 60 കഴിക്കാം. കറുത്ത കോയിനെ കണ്ടിട്ടുണ്ടോ? കരിങ്കോയിന. കറുത്ത കാക്കയെ കണ്ടിട്ടുണ്ട്. അതല്ല, കരിങ്കോഴി. ഇതാ കരിങ്കോയിലെ പച്ചച്ചോര. ചോര ചുവപ്പല്ലേ? പച്ച. ഓ, ചോര. ഓ, 30. ഓ, 60 ബ്രാൻഡി. ആ, പിന്നെ ഞാൻ പൊടി അങ്ങോട്ട് ഇടും. ഇത് കഴിഞ്ഞ ഒറ്റ കുട്ടി അങ്ങോട്ട്. ചോരയും ബ്രാൻഡിയും പൊടിയും കൂടെ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരും. അത് വേണ്ട, വേറെന്തെങ്കിലും. ചോര തൂറി ചാവും. നടക്കാനോ എണീക്കാനോ ഒന്നും ഇല്ലാണ്ട് ചാവും. എന്താ പറയുന്നത്? കുടിക്കാം. ഒരു കറുത്ത കോയിനെ കൊണ്ടുവരണം, ഒരു ബ്രാൻഡി. അത് ഞാനിപ്പോ എവിടെ പോയി കൊണ്ടുവരും? എനിക്കതിനുള്ള നിവൃത്തിയില്ല. ഞാൻ കൊണ്ടുവരും. കറുത്ത കോയും ബ്രാൻഡി ഞാൻ കൊണ്ടുവരും. ഒരു 1001 രൂപ ഈ മേശപ്പുറത്ത് വെക്കണം. വെക്കാം. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഞാൻ അങ്ങോട്ട് തരും. പിന്നെ 1 മണിക്കൂർ ഇവിടെ കിടക്കണം. അതിൽ സൗകര്യം ഇവിടെ ഉണ്ട്. കയ്യോ കാലോ അനങ്ങരുത്, കൺപീരി പോലും അനങ്ങരുത്. ശ്വാസോച്ഛ്വാസം വേണ്ട, നിശ്ചലം. എന്തിനാ ഇപ്പൊ പിടിച്ചത്? ഇപ്പൊ അല്ല, പിന്നെ മരുന്ന് കഴിച്ചിട്ട്. ഇതൊന്നും അനങ്ങരുത്. ഞാൻ വന്ന് മൂർത്താവിൽ നിന്ന് തൊടും, അപ്പൊ എഴുന്നേക്കാം. പിന്നെ ചിക്കൻ വറവ്, കോഴി വറുത്തത്, പൊരിച്ചത്, കരിച്ചത്, മീൻ വറവ്, എരിവ്, പൊടി എന്തും കഴിക്കാം. അതെയാ? എന്ത് പറഞ്ഞു? വീടിന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വലത്തോട്ട് ദേ ഒരു വൈദ്യര ഹോട്ടലുണ്ട്. വൈദ്യരുടെ ഹോട്ടൽ തന്നെയാണോ അത്? എന്തല്ല, ഒരു വൈദ്യര ഹോട്ടല്. അവിടെ എന്ത് വേണം കഴിക്കാം. അല്ല, ആ കഴിക്കണതിന്റെ പൈസ അതും ഈ 1001 വരുമായിരിക്കും അല്ലേ? പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അത് ആടെ കൊടുക്കേണ്ട പൈസ ആടെ കൊടുക്കണം, ഇവിടെ കൊടുക്കേണ്ട പൈസ ഇവിടെ തരണം. ഒരു കാര്യം ചെയ്യും, 30 കോയില ചോര, 60 ബ്രാൻഡി. ഐസ് വേണ്ട, അത് പിന്നെ ഞങ്ങൾക്ക് തന്നെ. ഒന്നും പേടിക്കാനില്ല. ഇവിടെ എല്ലാം ഒന്നും പ്രശ്നമില്ല, മാറുമല്ലോ അല്ലേ? എന്താ പറ്റിയെന്ന? എന്താ ഗ്യാസ്? ഇതിപ്പോ കൊറേ ആയില്ല സത്യേട്ടാ. ഞാൻ ഒരു ഗ്യാസിന്റെ മരുന്ന് തരട്ടെ? അലോപ്പതി അല്ലേ? അത് നിന്റെ അച്ഛനോട് കൊടുക്ക്. എന്നിട്ട് ആ വിഷം അങ്ങേര് തിന്ന് കയറ്റിട്ട് അങ്ങേര് ചാവട്ടെ. ചത്തിട്ട് മരണാനന്തരം നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള പറമ്പുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിക്കാം. എന്തൊക്കെ പറയണ നിങ്ങള്? പറയണത് അത് നന്നല്ല, അത് വിഷാണ്. എന്നോര് പറഞ്ഞു നിങ്ങളോട്? ഉണ്ണി വൈദ്യര്. ഉണ്ണി വൈദ്യര് അങ്ങേരെ അതിന് മെഡിസിൻ പഠിച്ചാ? മെഡിസിൻ പഠിച്ചവരെ മുഴുവൻ അത് വിഷാന്ന് പറയോ? എടി, അതൊക്കെ തിന്ന് കഴിച്ചാൽ കിഡ്നിക്കാണ് കുഴപ്പം, അത് മനസ്സിലാക്ക്. അപ്പൊ നിങ്ങൾ മരുന്നൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കണില്ലേ? മരുന്ന് കഴിക്കണില്ലേ? ഉണ്ണി വൈദ്യുതി തന്ന മരുന്ന് കഴിക്കണില്ലേ? അത് കഴിച്ചിട്ട് വല്ല മാറ്റുണ്ടോ?
ആര് പറഞ്ഞു മാറ്റില്ലാന്ന്? ഇങ്ങനെയായിരുന്നു മുമ്പ്. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെന്താ? ഇപ്പൊ നിങ്ങക്ക് ഛർദിയുണ്ട്, പിന്നെ എന്തോ നെഞ്ചെരിയണൂന്നൊക്കെ പറഞ്ഞു ഇവിടെ കരയല്ലേ, പിന്നെ ചോര പോണു, വയറുവേന എടുക്കണു, ഇതൊക്കെ ആശ്വാസം ഉണ്ടെന്നാ പറയണേ. ആ കരിങ്കോഴിയുടെ ചോരയും അതിൽ ലേശം മദ്യവും പിന്നെ എന്തോ വേറെ മരുന്നും കൂടി ഇട്ടിട്ടാണ് ഈ തരുന്നത്. ചോര പോയി എന്ന് പറയണത് അത് കഴിച്ചതിന്റെയാണ്. വേണ്ടാത്ത സംഗതികളാണ് ഈ പോണത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം ഒന്നുകൂടി മൂർച്ഛിക്കും. അത് കഴിഞ്ഞിട്ടാണ് കുറയുക. ആ മൂർച്ഛിക്കണേന്റെ ഇപ്പൊ കണ്ടത്. എന്താ ഇതിന് കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അവിടെ മൂർച്ച വെള്ളറ്റ് വേണോ? വെള്ളറ്റ് വേണോന്ന്? വെള്ളം വേണ്ട. പറഞ്ഞാലും അനുസരിക്കില്ല. വെറുതെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞു തരാം. വെള്ളം എടുക്ക്. ഇല്ല. എപ്പോഴാ വന്ന് ഇങ്ങട്? കുറച്ചേരായി. അൽഹംദുലില്ലാ. എന്താ വിശേഷങ്ങള്? അങ്ങനെ പോണു. അല്ല കോയക്ക, ഇതിനൊരു അവസാനല്ലേ? എത്ര തവണ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയണത്? ഇതൊക്കെ അപ്പൊ നിർത്തി തരാടോ, അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. ധാര മരുന്നത്? ഇത് നമ്മളെ വടക്കേര ആചാര്യല്ലേ വൈദ്യരേ. എന്താ ഈ ഒരു മരുന്ന് മതി സകലമാന രോഗത്തിനേ. പക്ഷെ മൂപ്പരൊന്ന് കണ്ടു കിട്ടാനാ ഇടങ്ങറ്. അവൻ സുബിക്ക് വരും ആൾക്കാരവിടെ. തിരക്ക് പറഞ്ഞ ഏത് ജാതി തിരക്ക്? അങ്ങനെ നിരനാലവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങള് തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് ഞാൻ ചെല്ലുമ്പോ എന്നെ അധികം അവിടെ ഇരുത്തലൊന്നുമില്ല. അപ്പൊ തന്നെ ഈ സംഗതി തന്നിട്ട് അങ്ങട് ഇതിപ്പോ നിങ്ങൾ കൊറേ കാലമായിട്ട് തിന്നുണ്ടല്ലോ, നിങ്ങളെ തുമ്മലിന് മാറ്റമൊന്നും ഇല്ലല്ലോ. ആരാ പറഞ്ഞത്? പറയില്ല. തന്നെ ഞാൻ പറഞ്ഞു ലേഡിയെ മാറി. നിങ്ങളിപ്പോ ഈ നിക്കണ സ്ഥലല്ലേ, ഇവിടെ നിങ്ങൾക്ക് പറ്റാത്ത എന്തോ ഒരു സാധനം ഉണ്ട്. അത് അലർജി ആയിട്ട് നിങ്ങൾക്ക് തുമ്മല് വരുന്നേ. ഞാൻ അലർജി വെച്ചപ്പോ അത് ആചാര്യ പറഞ്ഞില്ലല്ലോ എന്നോട്. ആചാര്യക്ക് അതിനുള്ള വിവരമൊന്നും ഉണ്ടാവില്ല. ആചാര്യ വർത്താനം പറയല്ലേ. നിങ്ങളൊരു നല്ല ഡോക്ടർമാരെ പോയി കാണിക്കുകയും പോയേക്കാ. ഇത് ഇപ്പൊ പഠിച്ച ഡോക്ടർമാര് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ പഠിച്ചതിന്റെ ആണ്. ഇത് എന്താ വെച്ചോ ഇവർക്കൊക്കെ സിദ്ധിയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ കൈവതോ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണണം നിങ്ങൾക്ക് നല്ലത്. ഡോക്ടറെ പോയിട്ട് കണ്ട് എന്താ പണ്ട ഗ്യാസിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഗ്യാസ് മാറിയല്ലോ. അറിയാ? പിന്നെന്താ, ഞാൻ നമ്മുടെ ഉണ്ണി വൈദ്യരില്ലേ, ഉണ്ണി വൈദ്യരുടെ അടുത്ത് പോയി. അല്ല അവിടെ തന്നെ ഞാൻ പോക്ക്. ഞാനല്ലാണ്ട് ഈ മറ്റേ അലോപ്പതി ഇതൊന്നും തുടരുന്നില്ല. നമ്മക്കൊന്നും പറ്റണല്ല. എങ്ങനെയുണ്ട് ഇപ്പോ തുമ്മല്? ഉള്ളത് പറയാലോ സത്യ. സമാധാനം ഉണ്ട്. ഇടക്കൊരങ്ങനെ വരും. അതേ ഉള്ളൂ. വൈറസ് ആണ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കാൻ. എടാ വൈറസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല, ആദ്യം അത് മനസ്സിലാക്ക്. അപ്പൊ ഈ കൊറോണ വൈറസ് വന്ന ഇവിടെ കുറെ ആൾക്കാർ മയ്യത്തായാലും അതെങ്ങനെയാണ്? കൊറോണ ഒലക്കട മൂടാണ്. അതെ, ഒരു ദിവസം കൂടെ ഉണ്ണി വൈദ്യരെ എടുത്തിട്ട് പോവാ. എന്തെത്തും വർത്തന സത്യങ്ങൾ പറയണേ. ഈ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലം നിരന്തരമായിട്ട് ഗവേഷണം നടത്തിയിട്ടാ ഇങ്ങനത്തെ ഓരോന്ന് കണ്ടുപിടിക്കണേ. അപ്പൊ ഈ 7ാം ക്ലാസ് വരെ പഠിച്ച ഈ ഉണ്ണി വൈദ്യര് പറയണ ഞങ്ങൾക്ക് വേദവാക്യം ഇത് അങ്ങട് പറഞ്ഞ ഇതൊക്കെ കേൾക്കില്ലല്ലോ. മനസ്സിലാവൂലേ? എന്ത് ഒറ്റമൂലി എന്താന്ന് അറിയാം? എനിക്കറിയില്ല. ഞങ്ങൾ ചികിത്സിക്കുന്നത് അതാണ്. ഈ ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറ്റിയാ? എന്തേ എന്താ പഴം കുടിക്കോ? പഴം ചക്കി തട്ടിയ എന്താണ്? ഈ പൊടി ഒത്തിരി കഴിക്കും. ആ പൊടിയൊന്നും കൊടുക്കല്ലേ. ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടോ വണ്ടി വിളിക്ക്. അല്ലാന്നേ ഉണ്ണി വൈദ്യരുടെ അടുത്ത് പോവാ. ഉണ്ണി വൈദ്യരൊന്നല്ല, ഡോക്ടറെ അടുത്ത് പോവാ. ഒരു വണ്ടി വിളിക്കും. പോയിക്ക വണ്ടി വിളിക്കങ്ങള്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, ഞാൻ വിളിക്കാം. എന്താ അസ്വസ്ഥ ഉണ്ടോ? ഇതവിടെ ഇരിക്കും സത്യ. ഉണ്ണി വൈദ്യരുടെ അടുത്ത് പോവാ. അല്ല, ഡോക്ടറെ അടുത്ത് പോകണം. ഇങ്ങോട്ട് തരണേ. സത്യം ശരിയാവില്ല. അവിടുന്ന് ഓട്ടോ ഷോട്ട് എനിക്ക് എനിക്ക്
സത്യേട്ടാ ഗോയ്ക്ക പിടിക്കും, ഞാൻ വിളിച്ചിട്ട് വരാം നിങ്ങൾ പിടിക്കും, ഞാൻ വിളിച്ചിട്ട് വരാം.